ಹಾಯ್ ಗೈಸ್, ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್ ಮೈ ವೇ ಆಲ್ ಡೇ. ನಾನು ಶೈನಿ ಶ್ರೀಧರ್. ಇವತ್ತು ಇನ್ಸ್ಟೆಂಟ್ ದೋಸೆ ಮಿಕ್ಸ್ ಹೇಗೆ ಮಾಡೋದೆಂಬುದನ್ನು ನೋಡೋಣ. ತುಂಬ ഈസിയാಗಿ ಮಾಡ್ಬೋದು. ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ദോശേൻ്റെ മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈസിയാവും. കുതിർക്ക് വരയ്ക്കൊന്നും വേണ്ട. ഇതൊരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ಕಪ್ നമ്മൾ ದೋಸೆಗೆ എടുക്കുന്ന അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ಒಂದು ಅರ್ಧ ಕಪ್ಪಷ್ಟು ಉದ್ದಿನಬೇಳೆ, 1.5 ಕಪ್ಪಷ್ಟು ದೋಸೆ ರೈಸು, 2 ಟೇಬಲ್ ಸ್ಪೂನಷ್ಟು ಕಡಲೆಬೇಳೆ, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂನಷ್ಟು ತೊಗರಿಬೇಳೆ ತೊಗೊಂಡಿದ್ದೀನಿ, 1/4 ടീസ്പൂನಷ್ಟು ಮೆಂತ್ಯ, 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ಪೇಪರ್ ಅವಲಕ್ಕಿ എടുത്തിട്ടുണ്ട്. ಪೇಪರ್ ಅವಲಕ್ಕಿ ಒಂದು 1/2 ಕಪ್ಪಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ಇವಾಗ ಇದೆಲ್ಲ ಜಸ್ಟ್ ಬಿಸಿ ಮಾಡೋಣ. ಜಾಸ್ತಿ ಫ್ರೈ ಏನೂ ಆಗೋದು ಬೇಡ, ಜಸ್ಟ್ ಬಿಸಿ ಆದರೆ ಸಾಕು. ಅದ್ರ ಮಾಯ್ಶ್ಚರೆಲ್ಲ ಹೋದರೆ ಸಾಕು. ಫಸ್ಟು ರೈಸ್ ಬಿಸಿ ಮಾಡೋಣ. ಜಸ್ಟ್ ಬಿಸಿಯಾಗಿ ಲೋ ಫ್ಲೇಮಲ್ಲಿಟ್ಟು ಬಿಸಿ ಮಾಡಿದರೆ ಸಾಕು. ಕಲರೆಲ್ಲ ಚೇಂಜ್ ಆದರೆ ಚೆನ್ನಾಗಿರಲ್ಲ, ಟೇಸ್ಟೆಲ್ಲ ಚೇಂಜ್ ಆಗೋಗುತ್ತೆ. ಹಾಗಾಗಿ ಜಸ್ಟ್ ಬಿಸಿ ಮಾಡಿದ್ರೆ ಸಾಕು. നമ്മൾ ഫസ്റ്റ് തന്നെ റൈസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് അതൊന്ന് ചൂടായിട്ട് അതിലുള്ള മോയ്സ്ചറൊക്കെ ഒന്ന് പോയാൽ മാത്രം മതി. എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേഗം ചീത്തയായി പോവും. അതുകൊണ്ടാണ്. പിന്നെ പൊടിച്ചെടുക്കാനും നമുക്ക് നല്ലത്. ഒന്ന് ചൂടാക്കി വെച്ചിട്ട് പിന്നെ അത് കുറച്ച് തണുപ്പാകുമ്പോൾ നമുക്കത് പൊടിക്കാനും ഇതാവും, എളുപ്പമാവും. ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇವಾಗ അത് ಬಿಸಿ ಆಗಿದೆ. ಜಸ್ಟ್ ಇನ್ನೊಂದು ಪಾತ್ರಕ್ಕೆ ಹಾಕ್ಕೊಂಡು ಹಂಗೆ ಒಂದು ಸೈಡಲ್ಲಿ ಇಡೋಣ. ಅದು ತಣ್ಣಕ್ಕೆ ಹಾಕಿ ഇವಾಗ ഇപ്പോൾ അത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സൈഡിൽ എടുത്ത് വയ്ക്കാം. നമുക്ക് പരിപ്പുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ಇವಾಗ ಬೇಳೆದೆಲ್ಲ ಫ್ರೈ ಮಾಡೋಣ. ಜಸ್ಟ್ ಫ್ರೈ ಏನು ಬೇಡ, ಜಸ್ಟ್ ಬಿಸಿ ಆದರೆ ಸಾಕು. ಇವಾಗ ಉದ್ದಿನಬೇಳೆ, ಕಡಲೆಬೇಳೆ, ತೊಗರಿಬೇಳೆ, ಮೆಂತ್ಯ ಇವೆಲ್ಲ ಜಸ್ಟ್ ಬಿಸಿ ಮಾಡೋಣ. നമ്മൾ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, പിന്നെ ഉലുവ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് അവലിൻ്റെയും കൂടി ഇട്ടിട്ട് അവലൊന്ന് ക്രിസ്പി ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ಇವಾಗ ಅವಲಕ್ಕಿ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಅವಲಕ್ಕಿ ಜಸ್ಟ್ ಫ್ರೈ ಆದರೆ, ಒಂದು ಕ್ರಿಸ್ಪ್ ಆದರೆ ಸಾಕು. ಹಾಗೆ ಇವಾಗ ಜಸ್ಟ್ ಬಿಸಿ ಆಗುವಾಗಲೇ ಅದು ಬೇಗ ಫ್ರೈ ಕ್ರಿಸ್ಪ್ ಆಗುತ್ತೆ. ಯಾಕಂದರೆ ಪೇಪರ್ ಅವಲಕ್ಕಿ ಆಗಿರೋದ್ರಿಂದ ಬೇಳೆ ಎಲ್ಲ ಬಿಸಿಯಾಗಿರುತ್ತಲ್ಲ, ಹಾಗಾಗಿ ಬೇಗನೆ ಆಗುತ್ತೆ. ಇವಾಗ ರೆಡಿಯಾಗಿದೆ. ಅದು ಒಂದು ಪಾತ್ರಕ್ಕೆ ಹಾಕ್ಕೊಳ್ಳೋಣ, തണ്ണയ്ക്ക് ആകലി. ഇപ്പോൾ നമ്മൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ജസ്റ്റ് അതെല്ലാം ചൂടൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് സൈഡിൽ മാറ്റി വയ്ക്കാം. ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ റൈസ് ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഒരു ಜಾರ್ലേക്ക് മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ಇವಾಗ ರೈಸು ತಣ್ಣಗೆ ಆಗಿದೆ. ಅದು ಪೌಡರ್ ಮಾಡೋಣ. ಇವಾಗ പൗഡർ ಮಾಡ್ಕೊಂಬರೋಣ. ಅದು നമ്മൾ റൈസ് നല്ലോണം പൗഡർ ചെയ്തിട്ട് വരാം നമുക്ക്. ಇವಾಗ റൈസ് പൗഡർ റെഡിയാಗಿದೆ. പാത്രಕ್ಕೆ ಹಾಕ್ಕೊಳ್ಳೋಣ. നമ്മൾ റൈസ് പൊടിച്ചിട്ട് പൗഡർ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ಇವಾಗ ಬೇಳೆ ಮಿಕ್ಸು ಜಾರಿಗೆ ಹಾಕ್ಕೊಂಡು ಪೌಡರ್ ಮಾಡೋಣ. ಜಸ್ಟ್ ಅದೆಲ್ಲ ತಣ್ಣಕ್ಕೆ ಆಗಿದೆ. ಇವಾಗ
ಪೌಡ್ರ್ ಮಾಡೋದು ಕ್ರಿಸ್ಪಿಯಾಗಿರುತ್ತೆ. ಹಾಗಾಗಿ ಅವಲಕ್ಕಿ ಎಲ್ಲ ಬೇಗ ಪೌಡ್ರ್ ಆಗುತ್ತೆ. ಎಲ್ಲ ಬೇಳೆ ಎಲ್ಲ ಫೈನಾಗಿ ಪೌಡ್ರಾಗಿ ಸಿಗಬೇಕು. ഇವಾಗ പൗഡർ ಮಾಡ್ಕೊಂಬರೋಣ. നമ്മൾ ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ മിക്സ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണം നമുക്ക്. ഇപ്പോൾ പൊടിച്ച് വന്നിട്ടുണ്ട്. നമ്മളത് റൈസ് പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് റൈസ് പൗഡറിൻ്റെ കൂടെ മിಕ್ಸ್ ചെയ്യാം. ಇವಾಗ ರೈಸ್ ಪೌಡರ್ ಜೊತೆ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಅದು ಇವಾಗ ಅದಕ್ಕೆ 2 ಟೇಬಲ್ ಸ್ಪೂನು ರವೆ ಬಾಂಬೆ ರವೆ, ಒಂದು ಉಪ್ಪಿಟ್ಟು ರವೆ ಬರುತ್ತಲ್ಲ ಅದೊಂದು 2 ടേബിൾ സ്പൂൺ അಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ഞാൻ നാളെ ഉപ്പുമാവ് റവ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ಬೇಕಿಂಗ್ ಸೋಡಾ, 1 ಟೀಸ್ಪೂನ್ ಅಷ್ಟು ಸಾಲ್ಟ್ ತೊಗೊಂಡಿದ್ದೀನಿ. ಒಂದು 1/2 ಟೀಸ್ಪೂನ್ ಅಷ್ಟು ಬೇಕಿಂಗ್ ಸೋಡಾ ತೊಗೊಂಡಿದ್ದೀನಿ. ಎಲ್ಲ ಒಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಹಿಂಗೆ ಮಿಕ್ಸ್ ಮಾಡೋದು ಕಷ್ಟ ಆದರೆ ಜಸ್ಟ್ ಜಾರಲ್ಲಿ ಹಾಕ್ಕೊಂಡು ಜಸ್ಟ್ ಒಂದು ಸರಿ ಇದು ಮಾಡಿದ್ರೆ ಸಾಕು, ಕರೆಕ್ಟ್ ಎಲ್ಲ ಮಿಕ್ಸ್ ಆಗುತ್ತೆ. ಜಾಸ್ತಿ ಇದು ಮಾಡಬಾರ್ದು, ಒಂದೇ ಸರಿ ಇದು ಮಾಡಿದ್ರೆ ಮಿಕ್ಸ್ ಆಗೋಗುತ್ತೆ ಎಲ್ಲ. ಇಲ್ಲಾಂದರೆ ಜಸ್ಟ್ ಕೈಯಲ್ಲಿ ಹಿಂಗೆ ಒಂದು ಸ್ಪೂನಲ್ಲಿ ಹಂಗೆ ಮಿಕ್ಸ್ ಮಾಡಿದ್ರೆ ಆಯಿತು. ಇವಾಗ ರೆಡಿಯಾಗಿದೆ. ಇದೊಂದು ಏರ್ ಟೈಟ್ ಕಂಟೈನರಲ್ಲಿ ಹಾಕಿ ಸ್ಟೋರ್ ಮಾಡ್ಬೋದು. ಎಷ್ಟು ದಿನ ಆದರೂ ಏನೂ ಆಗಲ್ಲ. ಯಾವಾಗ ಬೇಕು ಅಂದರೆ ಆವಾಗ ತೊಗೊಂಡು ಮೊಸರೆಲ್ಲ ಮಿಕ್ಸ್ ಮಾಡಿ ಮಾಡ್ಬೋದು. നമ്മൾ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി നമുക്ക് അതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ദോശ, പിന്നെ ഓനിയൻ ദോശ, പിന്നെ എന്താ നമ്മൾ അതിന് പഡ്ഡു എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ പഡ്ഡു എന്നാണ് പറയുക. അതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ಕಾಣಿക്കാം. ಇವಾಗ ನೋಡಿ ಓನಿಯನ್ ದೋಸೆ ಊತಪ್ಪಂ ಇದೆಲ್ಲ ಬರುತ್ತಲ್ಲ, ಪಡ್ಡು, ಇದೆಲ್ಲ ಈ ಹಿಟ್ಟಲ್ಲಿ ಮಾಡೋಣ. ನಾನು ಒಂದು 1/4 ಕಪ್ಪಷ್ಟು ಮೊಸರು ತೊಗೊಂಡಿದ್ದೀನಿ. 2 ಕಪ್ಪಷ್ಟು ಪೌಡರು. ഇವಾಗ 2 കപ്പ് പൗഡറിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ വാട്ടറും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಕರೆಕ್ಟ್ ಎಷ್ಟು ನೀರು ಬೇಕು ಅಂದರೆ ನೋಡ್ಕೊಂಡು ಹಾಕ್ಕೊಳ್ಳಿ. ಇವಾಗ ನೋಡಿ ಈ ಥರ ಸ್ಮೂತ್ ಒಂದು ಪೇಸ್ಟ್ ಥರ ಮಾಡಿದೆ. ಇದು ನಾವು ದೋಸೆ, ಪಡ್ಡು ಎಲ್ಲ ಮಾಡ್ಬೋದು. ಇವಾಗ ಪ್ಲೇನ್ ದೋಸೆ ಮಾಡೋಣ. ತವಾ ಹಾಟ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಹಿಟ್ಟು ಹಾಕ್ಕೊಂಡು ತುಂಬ ಟೇಸ್ಟಿಯಾಗಿರುತ್ತೆ, ഈസിയാಗಿ ಮಾಡ್ಬೋದು. നമ്മൾ ദോശ തവയിൽ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നമ്മൾ റൈസ് കുതിർത്ത് വെക്കേണ്ട ഒന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് തൈര് ഉണ്ടെങ്കിൽ നമുക്കത് അതിൽ മിക്സ് ചെയ്തിട്ട് വേഗം നമ്മൾ സാധാരണ ദോശ, ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് കഴിക്കാനായിട്ട്. റെഡി ആയിട്ടിന് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ಹಾಕಿ കൊടുക്കുന്നുണ്ട്. ಸ್ವಲ್ಪ ಆಯಿಲ್ ಹಾಕ್ಕೊಂಡು ಜಸ್ಟ್ ಕ್ಲೋಸ್ ಮಾಡಿಡೋಣ. ಇವಾಗ ನೋಡಿ ರೆಡಿಯಾಗಿದೆ. ನಿಮಗೆ 2 ಸೈಡು ಬೇಡ ಅಂದರೆ ಒಂದು ಸೈಡು ಹಾಕ್ಕೊಂಡು ತೆಗೆದ್ರೂ ಆಯಿತು. 2 ಸೈಡು ಸ್ವಲ್ಪ ಬಾಯ್ಲ್ ಆಗಬೇಕು ಅಂದರೆ, ಬಾಯ್ಲೆಲ್ಲ ಫ್ರೈ ಆಗಬೇಕು ಅಂದರೆ ಜಸ್ಟ್ ಹಂಗೆ ಮಾಡ್ಬೋದು. ಯಾವುದಾದ್ರೂ ಅದೆಲ್ಲ ನಿಮ್ಮ ಇಷ್ಟ. ದೋಸೆ ಎಲ್ಲ ಹೇಗೆ ಮಾಡಬೇಕು ಅಂತ ನಿಮ್ಮ ಇಷ್ಟ. ಬಟ್ ಇವಾಗ ದೋಸೆ ರೆಡಿಯಾಗಿದೆ. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മൾ
ഓനിയൻ ദോശ, ഓനിയൻ ഉത്തപ്പം എന്നെല്ല പറയും. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതേ ദോശമാവിൽ തന്നെ കുറച്ച് ഓനിയൻസൊക്കെ ഇങ്ങനെ സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഓനിയനെല്ലാം ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരു പൗഡർ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പുറത്തൊക്കെ വിദേശത്തോ ഒക്കെ ഉള്ള ആൾക്കാർ, പിന്നെ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കണവരോ ജോലിക്ക് നിൽക്കണവരോ അവരൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ പൗഡർ, അവർക്ക് കുറച്ച് തൈര് ഉണ്ടായാൽ അത് മിക്സ് ചെയ്തിട്ട് അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ ദോശ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെയാകുമ്പോൾ. അത് ഓനിയനെല്ലാം നല്ല ഒന്ന് ഫ്രൈ ആയ മാതിരി ആവണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ಈ ವಗ ಈರುಳ್ಳಿ ಎಲ್ಲ ಜಸ್ಟ್ ಫ್ರೈ ಆಗಲಿ, ಆವಾಗ ಚೆನ್ನಾಗಿರುತ್ತೆ ಟೇಸ್ಟು. ಇವಾಗ ನೋಡಿ ರೆಡಿಯಾಗಿದೆ, ತುಂಬ ಚೆನ್ನಾಗಿರುತ್ತೆ, ಟೇಸ್ಟಿಯಾಗಿರುತ್ತೆ. ಇನ್ನು ಪಡ್ಡು ಮಾಡೋಣ. ಅದಕ್ಕೆ ಕೊರಿಯಾಂಡರ್ ಲೀಫು, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಒಂದು 1/4 ಟೀ ಸ್ಪೂನಷ್ಟು ಶುಂಠಿ, ಗ್ರೀನ್ ಚಿಲ್ಲಿ ತೊಗೊಂಡಿದ್ದೀನಿ, ಹಸಿಮೆಣಸಿನ್ಕಾಯಿ ಒಂದೇ ತೊಗೊಂಡಿರೋದು, ಸ್ವಲ್ಪ ಈರುಳ್ಳಿ ചിക്കതാക്കി ചോപ്പ് ಮಾಡಿರೋದು, ഞാൻ സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ തവയിൽ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിനെന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇതിന് പഡ്ഡു എന്നാണ് പറയുക. ഞാനിത് നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കതിൻ്റെ പേരറിയില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ചട്നീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ. ഇങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് 2 ഭാഗവും നല്ലോണം തിരിച്ചിട്ടിട്ട് നമുക്ക് 2 ഭാഗവും വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് തവ അല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാത്തത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് വേഗം ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ വേഗം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ടുമാണ്. സ്ഥിരമായിട്ട് നമ്മൾ ಯೂಸ್ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് ಮರ್ಚಿಟ್ಟು എടുക്കാനൊക്കെ വേಗം ಪറ്റും. 2 ಕಡೆಯೂ ಚೆನ್ನಾಗಿ ಫ್ರೈ ಆದಮೇಲೆ ತೆಗೆಯೋಣ. ಔಟ್ಸೈಡಲ್ಲಿ ಕ್ರಿಸ್ಪಿಯಾಗಿರುತ್ತೆ, ಒಳಗಡೆ ಸಾಫ್ಟಾಗಿ ಚೆನ್ನಾಗಿರುತ್ತೆ. ഇത് 2 സൈഡും നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പുറത്തൊക്കെ നല്ല ക്രിസ്പായിട്ടുണ്ടാവും, ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചട്നീൻ്റെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ നിങ്ങൾ ഇത് പൗഡർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പൗഡർ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തു വിടാം. അവർക്ക് കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുക, പെട്ടെന്നാവും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അവർക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരെ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാൻ ಮರೆಕരുത്. ಇವಾಗ ರೆಡಿ ಆಗಿದೆ. ನಿಮಗೆ ಈ ವಿಡಿಯೋವನ್ನು ಇಷ್ಟ ಆದರೆ ಲೈಕ್ ಮಾಡಿ, ಮತ್ತು ನಿಮ್ಮ ಫ್ರೆಂಡ್ಸಿಗೆ ರಿಲೇಟಿವ್ಸಿಗೆಲ್ಲ ಶೇರ್ ಮಾಡಿ. ಮತ್ತು ಇನ್ನೂ ಈ ಚಾನಲನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಲ್ಲ ಅಂದರೆ ವೀಡಿಯೋಸ್ ಎಲ್ಲ ಇಷ್ಟ ಆಗ್ತಾಯಿದ್ರೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಥ್ಯಾಂಕ್ ಯು.